മംഗളമാംഗല്യം മംഗസുമംഗലികാ. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലിയിലെത്തുന്ന യാത്രക്കാർക്ക് ഇനി സുഖമായി വിശ്രമിക്കാം. അങ്കമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽപ്പെടുത്തി വഴിയോര വിശ്രമ കേന്ദ്രം സജ്ജമായി. ദീർഘദൂര യാത്രക്കാർക്ക് യാത്രക്കിടെ വിശ്രമ സൗകര്യം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അങ്കമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 25 ലക്ഷം രൂപയും നഗരസഭ വകയിരുത്തിയ 10 ലക്ഷം രൂപയും അടക്കം 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും അടക്കം വിശ്രമ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പുരുഷന്മാർ, സ്ത്രീകൾ, വികലാംഗർ എന്നിവർക്ക് പ്രത്യേകം ടോയ്ലറ്റ് മുറികൾ ഉണ്ടാകും. കുട്ടികൾക്ക് മുലയൂട്ടുന്നതിന് ഫീഡിംഗ് റൂമും ഒരുക്കിയിരിക്കുന്നു. വിശ്രമ കേന്ദ്രത്തിൽ ലഘുഭക്ഷണ വിതരണത്തിന് പരസ്യ ലേലം വഴി നടത്തിപ്പുകാരെ കണ്ടെത്തും. ശുചിമുറികളുടെയും മറ്റും ശുചിത്വവും പ്രവർത്തനവും ഇവരുടെ മേൽനോട്ടത്തിലാകും നടക്കുക. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് വിശ്രമ കേന്ദ്രം യാത്രക്കാർക്ക് സമർപ്പിച്ചു. അപ്പൊ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരാളെ ചുമതലപ്പെടുത്തുമ്പോൾ ആ ആള് ഇതിനകത്ത് ഈ ചായ, സ്നാക്സ് തുടങ്ങിയ സംവിധാനം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഈ വെയിറ്റിംഗ് ഏരിയയും അതോടൊപ്പം തന്നെ നമ്മുടെ ടോയ്ലറ്റും വൃത്തിയായി സൂക്ഷിക്കുന്ന ചുമതല അദ്ദേഹത്തിന് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നന്നായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്, വിശ്വാസമാണ് നമുക്കുള്ളത്. അത് പരിപാലിക്കുന്നതിന്, വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരുടെയും ശ്രദ്ധ വേണം. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ബെഞ്ചും സൗകര്യമൊക്കെ ഒരുക്കുന്നുണ്ട്. സാധാരണ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും കിടക്കുക അല്ലേ, വൈകുന്നേരം ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾ മദ്യപിച്ച് ഇവിടെ വന്ന് കിടക്കും. അവർ സിഗരറ്റ് വലിക്കണം, അവർക്ക് തോന്നിയ പോലെയുള്ള കാര്യങ്ങളായി മാറും. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ MLA മുൻകൈയെടുത്തും അല്ലാതെയൊക്കെ വരുന്ന പല ബസ് സ്റ്റോപ്പുകളുണ്ട്, വെയിറ്റിംഗ് ഷെഡുകൾ. ആ വെയിറ്റിംഗ് ഷെഡുകളൊക്കെ നല്ല നിലയിൽ നമ്മുടെ നാട്ടിൽ നല്ല ചാരി ഇരിക്കാനും കിടക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം എന്താ അതൊക്കെ മാറ്റിയതിൻ്റെ കാരണം പൈപ്പിട്ട് കൊടുക്കാണ്. അതൊന്ന് ഒന്ന് ചണ്ടി കുത്തി ഇരിക്കാനുള്ള സൗകര്യം മാത്രമേ അവിടെ ഇപ്പം ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഇരിക്കാവുന്ന നിലയിൽ, ശരിക്കും ഇരിക്കാവുന്ന നിലയിൽ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളവിടെ കിടക്കും. പിന്നെ രാത്രി വീട്ടിൽ പോകാത്തവർ അവിടെ കിടക്കും. അങ്ങനെയുള്ള സ്ഥലമായി മാറും. അതുകൊണ്ട് ഇപ്പം കണ്ടുപിടിച്ചേക്കുന്നത് വെയിറ്റിംഗ് ഷെഡുകളൊക്കെ 2 പൈപ്പ് അല്ലെങ്കിൽ 1 പൈപ്പ്, ഒന്ന് ഇരിക്കാനുള്ളൊരു സൗകര്യം. കൂടുതൽ സൗകര്യം കൊടുത്താൽ അവിടെ ആളുകൾ കയറി കിടക്കും. നമ്മളാരും അതിനെ എതിർക്കാറില്ല. അപ്പം ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നു, ഒന്ന് ശ്രദ്ധിക്കുന്ന നമുക്ക് ഈ ബെഞ്ചുകളൊക്കെ നല്ല സൗകര്യത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇരിക്കാൻ മാത്രമല്ല, കിടക്കാനും കൂടി സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അതിന് തടയിടാവുന്ന വിധത്തിൽ എത്ര നമ്മൾ ഉദ്ദേശിച്ചാലും പറഞ്ഞാലും നമ്മുടെ ആളുകളുടെ ശീലം അതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് ഇത് ഉപകാരപ്പെടണമെങ്കിൽ ഇവിടെ കിടപ്പ് കാര്യങ്ങളൊക്കെ ഒഴിവാകണം. അതിനുവേണ്ടിയുള്ള ഒരു സജ്ജീകരണം നമ്മൾ ഒരുക്കണം. വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ, സാജു നെടുങ്ങാടൻ, ലിസി പോളി, ലക്സി ജോയി, റോസിലി തോമസ്, പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ്, വാർഡ് കൌൺസിലർമാർ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ APGB, BO ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്.
വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.